ിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചുരിദാർ കട്ടിങ് നൈറ്റിയാണ് തയ്ക്കുന്നത്. അപ്പോൾ ബാക്ക് നെക്ക് 2.25, ബാക്ക് ഇറക്കം 3.5 ഇഞ്ച് നമ്മൾ ബോക്സാക്കി 2.25 ബോക്സാക്കി സ്ട്രെയിറ്റ് വരച്ച് ബാക്ക് വെട്ടാൻ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണ്. സെപ്പറേറ്റ് ആക്കി രണ്ടായി മടക്കിയിട്ട് നമ്മളിതിനെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം എടുക്കുവാണ്. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം നമുക്ക് 6 ഇഞ്ച് എടുക്കാറ്. 6 ഇഞ്ച് 2.25 ഇഞ്ച് അതിനെ നമ്മൾ ഒരു സ്ക്വയറാക്കി വരച്ച് കട്ട് ചെയ്യാം. ഓക്കെ, ഫ്രണ്ടിനൊക്കെ നമ്മൾ വെട്ടിയിട്ടുണ്ട്. ശരി, അപ്പം നമുക്ക് സ്ലീവിൻ്റെ ബാക്കിയും കൂടെ വെട്ടി റെഡിയാക്കുന്നത്. സ്ലീവ് നമ്മളിവിടെ ഒരു പാറ്റേൺ വെച്ചിട്ടുണ്ട്. ആ പാറ്റേൺ വെച്ച് നമുക്ക് സ്ലീവ് വെട്ടിയെടുക്കാതെ നമ്മളതിനൊക്കെ മാറ്റി വെക്കാം. ഇതായിരിക്കും നമ്മുടെ സ്ലീവ്. അതിന് നമ്മൾ വെട്ടിയിട്ടുണ്ട്. ഈ സ്ലീവിന് നമുക്കൊരു ഇച്ചിരിയും കൂടെ ഇറക്കം വേണമെന്ന് നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുക. അപ്പോൾ നമുക്കതിന് ഇച്ചിരി ഇറക്കം വെച്ച് കൊടുക്കാം. നമ്മളിപ്പം ഇറക്കം വെക്കുന്നതാണ് കാണിച്ചു തരാതെ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ ഈ രീതിയിലുള്ള പീസ് എടുത്ത് വെച്ച് ഇങ്ങോട്ട് വെച്ച് നമ്മളിപ്പോൾ ഇതിൻ്റെ ഇറക്കം നമ്മൾ കൂട്ടുക. അടുത്തയിലും ഇങ്ങനെ തന്നെ ചെയ്യും. അപ്പോൾ ഇത് നമ്മളൊന്ന് പഴുത്തടിക്കുവാണേ. അപ്പുറത്തെ സ്ലീവും നമ്മളിതുപോലെ തന്നെ ചെയ്യും. സ്ലീവിൻ്റെ താഴ്വശം മടക്കി അടിക്കുവാണേ. ഇതുപോലെ തന്നെ അപ്പുറത്തെ കൈ അടയ്ക്കുവേ. നമ്മൾ നെക്കിയിലൊക്കെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അത് ഇങ്ങനെ ഒരു പീസാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പീസ് നമ്മളിതിനകത്ത് വെച്ചിട്ട് നമ്മളിതിനെ ഒരു പിന്ന് വെച്ച് കുത്തി കൊടുക്കണം. എന്തിനാണെന്നറിയുക, ഇത് തെന്നി മാറാതിരിക്കണം. അറിയാമായിരിക്കും. ഇനി നമ്മളിതിൻ്റെ സൈഡ് ഇങ്ങനെയാണ് നമ്മൾ അടിക്കാൻ പോകും. കൊടുത്ത് വളരെ നീറ്റായിട്ട് അടിച്ചിടപ്പത്തി നിർത്തി ശേഷം തിരിച്ചിങ്ങോട്ട് എടുത്ത്
അത് നമ്മളിങ്ങനെ ഏറ്റത്ത് കൊണ്ടുവന്ന് നമ്മൾ കുത്തി നിർത്തി തിരിച്ച് വീണ്ടും നമ്മൾ അതിനകത്തെടുത്ത് ഇങ്ങനെ അങ്ങോട്ട് കടിച്ചത്. അപ്പം നമ്മൾ ഇത്രയും ഭാഗം ഞാൻ കടിച്ചത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇനിയും ഉണ്ട് കേട്ടോ, നെക്കിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ ഇതിനകത്ത് നമ്മൾ നീണ്ടു നിൽക്കുന്ന ഭാഗമൊക്കെ കുത്തിക്കളഞ്ഞ് നമ്മൾ കറക്റ്റാക്കി. കണ്ടല്ലോ കൂട്ടുകാരെ, എല്ലാവരും കണ്ടല്ലോ. ഇനി നമ്മൾ ഇതിനെടുത്ത് അകത്തോട്ട് വയ്ക്കുന്നത്. അപ്പം നമ്മൾ ഞാൻ ഒരു പീസ് എടുത്തിട്ട്, നമുക്ക് നീലയുടെ തന്നെ ഒരു പീസ് നമുക്ക് കിട്ടിയില്ല, അതിൻ്റെ അകത്തോട്ട് അടിച്ച് മറിക്കാൻ നമ്മൾ ഏതെങ്കിലും ഒരു കളറിലെ പീസ് എടുത്താൽ മതിയേ. നമ്മൾ എടുത്ത് ആ നെക്ക് കറക്റ്റായിട്ട് തന്നെ ഇങ്ങനെ വെച്ച് നമ്മളതിനെ കട്ട് ചെയ്തെടുത്ത്, നമ്മൾ അകത്തോട്ട് പോകുന്ന പീസാണ്, നമുക്കതിന് അളവൊന്നും കുഴപ്പമില്ല. അത് വെളിയിലോട്ട് കാണല്ലെന്നുള്ള ഒട്ടി ഈ പീസിനെ നമുക്കൊന്ന് മാറ്റാം. അതിനുശേഷം നമ്മൾ നമ്മുടെ നെക്ക് ഭാഗം നിവർത്തിയിടുക. ഈ രണ്ട് പീസിനെ നമ്മൾ ഒട്ടിപ്പിടിച്ചിരിക്കുക. രണ്ട് പീസ് നമ്മൾ ഇങ്ങനെ വെച്ച് ഇങ്ങനെ നമ്മൾ തയ്ച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഈ നെക്കെടുത്ത് കയറ്റി വെക്കുക. കറക്റ്റ് ഈ പോയിൻ്റ് കൊണ്ടുവയ്ക്കുക. പോയിൻ്റ് കൊണ്ടുവിടുക. വെക്കുക. അത് നമ്മൾ ഇതിനെ ഇങ്ങനെ എടുക്കുക. അങ്ങനെ വീണ്ടും നമ്മൾ ഈ പോയിൻ്റ് കൊണ്ട് കുത്തി നിർത്തുക. അവിടെ നിന്ന് നമ്മൾ തിരിച്ച് വീണ്ടും ഈ നെറ്റിന് ഇങ്ങോട്ട് എടുക്കുക. ഇത് ചെയ്തതിന് ശേഷം എല്ലാ മൂലകളും നമ്മൾ ചെറുതായിട്ട് കട്ടിട്ട് കൊടുക്കുക. നമ്മൾ മറിച്ചിടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മളിതിനെ അകത്തോട്ട് മറിച്ചിടുമ്പോൾ നമ്മുടെ ഈ മഞ്ഞ വെളിയിലോട്ട് കാണാത്ത രീതിയിൽ വേണം നമ്മളിതിനെ മറിച്ചിടാൻ. ഉണ്ടല്ലോ, ഇത് നമ്മൾ ആ നെക്ക് ഭാഗം അടിക്ക് വന്ന് എടുത്തു. ഇതിൻ്റെ മഞ്ഞ നമ്മുടെ വെളിയിലോട്ട് കാണാതെ വെളിയിലോട്ട് തള്ളി നിൽക്കുവാണെങ്കിൽ നമ്മളിതിനെ കൈകൊണ്ട് വലിച്ച് അകത്തോട്ടാക്കണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കുത്തി നിർത്തി വീണ്ടും നമ്മളിതിനെ അകത്തോട്ട് ഇങ്ങനെ വെച്ച് വീണ്ടും നമ്മൾ ഇതിനെ ഇങ്ങനെ വെച്ച് വീണ്ടും നമ്മൾ കുത്തി നിർത്തി അടിച്ചെടുക്കുന്നത്. ഈ നെക്കിനെ നമ്മളത് വൃത്തിയായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഒരു സ്റ്റിച്ചിങ്ങും കൂടെ കൊടുക്കാം. അന്നേരം നമുക്ക് കുറച്ചും കൂടെ കമ്മിറ്റ് ചെയ്യും. ഒരു വശം ഇങ്ങനെ ഇരിക്കും കേട്ടോ. നമ്മുടെ നെക്ക് ഭാഗം ഇങ്ങനെ ഇരിക്കുവേ. അങ്ങനെ ആകുമ്പോൾ ഇതായിരിക്കും.
നമ്മൾ ഇതിനകത്ത് 2 ഷോ ബട്ടൺസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഷോ ബട്ടൺസ് കാണിച്ചു തരാം. നമ്മൾ ഏത് ഷോ ബട്ടൺസാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് നിങ്ങൾ പറയുന്നത് കൊടുക്കും. നീലയല്ലേ, നമുക്ക് വെള്ള ഷോ ബട്ടൺസ് കൊടുത്താലോ? വൈറ്റ് കൊള്ളാമോ? അതിലല്ലേ നമുക്ക് വേറൊരു കളർ കൊടുത്താലോ? ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ. ഇഷ്ടപ്പെട്ടനായാലോ? കുഴപ്പമില്ല. അപ്പം നമ്മളിങ്ങനെ പരീക്ഷിച്ച് നോക്കാം കേട്ടോ. വെള്ള തന്നെ കൊടുക്കാം. എനിക്ക് കുറച്ചും കൂടെ മാറ്റമായിട്ട് തോന്നിയത് വെള്ള തന്നെയാണ്. ഇങ്ങനെ ഷോ ബട്ടൺസ് നമ്മളിങ്ങനെ കൊടുക്കും. അപ്പോൾ ഇതിനായിട്ടേക്ക് വേറൊരു ലുക്ക് വരും. ഓക്കെ, അപ്പം നമ്മൾ ഈ ഷോ ബട്ടൺസ് ഇതിലോട്ട് വെക്കാൻ പോവാം. നമ്മളെങ്ങനെയാണ് വെക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ പശ വെച്ച് ഒട്ടിക്കും. പശ വെച്ചൊട്ടിക്കുന്നത് നമ്മൾ കണ്ടോന്നെ. പശ എടുത്ത് വെച്ച് ഫസ്റ്റ് എൻ്റെ സെൻട്രൽ ഭാഗത്ത് അങ്ങനെ എല്ലാ ഷോ ബട്ടനും നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചു. ഇനി നമ്മൾ ഇതിനൊന്ന് ഉണക്കാൻ വേണ്ടി അവിടെ വെക്കും. അപ്പം നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. ഇതെല്ലാം ഉണങ്ങിയിട്ട് വരട്ടെ. ഓക്കെ, ബാഗ് കിട്ടാൻ കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. ക്രോസ് പീസ് വെട്ടി നമ്മളതിനെ നല്ല ഇങ്ങനെ കൊണ്ടുവന്ന് ഇനി അതിൻ്റെ നീണ്ടു നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മളങ്ങ് കട്ട് ചെയ്ത് കളയും. ഓക്കെ, ഇനി നമ്മൾ കൂട്ടിച്ച് വെച്ച പീസ് ഉണങ്ങിയോന്ന് അറിയത്തില്ല. പക്ഷേ എന്നാലും നമുക്കത് കൂട്ടി അങ്ങ് ഷോൾഡർ ജോയിൻ ചെയ്യാം. ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വെക്കുക. അതിന് ശേഷം നമ്മൾ മടക്കി അതിൻ്റെ ഷോൾഡർ നമ്മൾ കട്ട് ചെയ്യുന്നു. വീണ്ടും നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഷോൾഡർ ഡബിൾ തയ്യൽ തയ്ച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തത് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാം. കണ്ടല്ലോ, എൻ്റെ എല്ലാ അടിച്ചിലും നീണ്ടു നിൽക്കുന്നതൊക്കെ കളഞ്ഞിട്ട് നമ്മളതിനെ മറിച്ച് കൈപ്പുറത്തോട്ട്. ഇനി നമ്മളതിൻ്റെ ബാക്ക് കഴുത്ത് തയ്ക്കുകയാണ്. കെട്ടിട്ടു എന്നിട്ട് വളരെ നീറ്റായിട്ട് നമ്മളതിനെ ഇതാണ് തയ്ച്ച് വളരെ നീറ്റായിട്ട് നമ്മളതിനെ കൈക്കൂടെ കൊണ്ട് കെട്ടിട്ട് കട്ട് ചെയ്ത്. ഇനി നമുക്ക് സ്ലീവ് പിടിപ്പിക്കാം. സ്ലീവ് പിടിപ്പിക്കാൻ പോവുകയാണ്. നമ്മൾ സെൻറ്ററിൽ നിന്ന് തുടങ്ങി സ്ലീവ് പിടിപ്പിക്കട്ടെ. തിരിച്ചടിക്കണേ. എന്നാന്നറിയോ, നമുക്ക്
ഒറ്റ തയ്യൽ പെട്ടെന്ന് വിട്ടും പോകത്തില്ല, നല്ലതായിട്ടിരിക്കുകയും ചെയ്യും. നമ്മൾ ഇതിൻ്റെ തയ്യൽ തുമ്പ് മേലോട്ട് കയറി നിൽക്കുന്നതെന്ന് നോക്കിയിട്ട് വേണം കേട്ടോ. നമ്മൾ ഈ മൂടിയൊക്കെ വരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തയ്യൽ തുമ്പ് അല്ലാതെ നിൽക്കുന്നതെന്ന് നോക്കി വേണം നമ്മൾ ഇതിനെ ചെയ്ത്. ഓക്കെ, ജോയിൻ ചെയ്യാൻ പോവാം കേട്ടോ. ജോയിൻ ചെയ്യുന്ന വീഡിയോയാണ്. നമുക്ക് കസ്റ്റമറുടെ അളവനുസരിച്ച് വേണം വലിയ വണ്ണം. കസ്റ്റമറുടെ വണ്ണം നമുക്കിവിടെ 13 കിട്ടുന്നു. നമ്മളിത് പക്ഷേ മണ്ണുള്ള ആൾക്ക് വേണ്ടിയാണ് ഇത് തയ്ക്കുന്നത്. അപ്പം ഏകദേശം മണ്ണൊക്കെ ഇട്ടേക്കാൻ ആ കസ്റ്റമർ പറഞ്ഞതുകൊണ്ട് നമ്മളിങ്ങനെ കൂടുതൽ ഷേപ്പായിട്ടൊന്നും അടിക്കുന്നില്ല. നമ്മൾ കൂടുതൽ കിടക്കുന്ന ഭാഗം നമ്മൾ കൈക്കുഴി മാത്രമേ വെട്ടി ഇച്ചിരി ലെവലാക്കുന്നുള്ളൂ. അവർക്കൊക്കെ വണ്ണം വെക്കുന്ന കസ്റ്റമറാണെന്ന് പറഞ്ഞത്. അപ്പം കടന്നോട്ടെ, അവർക്ക് വണ്ണം വെക്കുമ്പോൾ അവർ അയച്ചു വെച്ച് ഉപയോഗിക്കാവുള്ളൂ. നമുക്ക് അയച്ചു വിട്ടാലും ഒരു നമ്മുടെ നൂല് തീർന്ന് നമുക്ക് അടുത്തൊരു നൂലുണ്ടാകും. താഴത്ത് നമ്മൾ മടക്കടിക്കുകയാണ്. ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്ക്. വെണ്ണമുള്ളൊരു കസ്റ്റമറിന് വേണ്ടിയാണ്. നമ്മൾ വേറൊരു വെറൈറ്റി നെക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക്